എന്താ ഹായ്. സോ മൊത്തം കൂടെ. സോ ഞാൻ ഇന്ന് വന്ന വേറെ ഒന്നുമല്ല, ഇന്നലെ ഞാൻ ഒരു പടം കണ്ടു. ഓക്കെ, സോ അത് വേറെ ഒന്നുമല്ല, 3 BHK എന്ന് പറഞ്ഞിട്ടൊരു തമിഴിൽ ഇറങ്ങിയേക്കുന്ന പടം. ഇന്നലെ റാൻഡമായിട്ട് ആമസോൺ പ്രൈമിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് പോയപ്പോൾ കണ്ടതാണ് 3 BHK. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ ഓക്കെ, എല്ലാവരും വിളിച്ചിരുത്തി ഞങ്ങൾ പടം കാണുമ്പോൾ ഫാമിലി ആയിട്ടിരുന്ന് പടം കാണുന്ന കൂട്ടത്തില്ല, ഒരു എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ ചുമ്മാ റാൻഡമായിട്ട് ഏതെങ്കിലും പടം കാണാമെന്ന് വിചാരിച്ചെടുക്കൂല, അങ്ങനെ എടുത്തതാണ് 3 BHK. സോ ഇതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊന്നും ഞാൻ നോക്കിയിട്ടില്ല. പക്ഷെ ഇന്നലെ ഞാൻ ഈ പടം കണ്ടത്, ലൈക്ക് ഈ പടത്തിൽ പറഞ്ഞു വെച്ചേക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, സോ ഒരു മിഡിൽ ക്ലാസ്സിന് തൻ്റെ വീട് പണിയണമെന്നുള്ള സ്വപ്നം, സോ അത് എത്രത്തോളം വലുതായിരിക്കും എന്ന് ഈ മൂവിയിൽ അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ഇതിൽ പെർഫോമൻസ് കുറിച്ച് പറയുകയാണെങ്കിൽ ക്രിസ്ത്യൻ ബ്രദേഴ്സിലൊക്കെ അഭിനയിച്ച പുള്ളിയുടെ ശരത് കുമാർ സാറൊക്കെ ഇതിൽ അഭിനയിച്ച് പെർഫോം ചെയ്തേക്കുക. ലൈക്ക് പുള്ളിയുടെ ഒരു ഏജ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്, പുള്ളിയുടെ മാത്രമല്ല ആ ഒരു എൻറ്റയർ ഫാമിലിയിൽ. ലൈക്ക് അപ്പൻ, അമ്മ, അല്ലെങ്കിൽ അനിയത്തി, ഇല്ലെങ്കിൽ പിന്നെ നായകൻ സിദ്ധാർത്ഥ്. സോ ഇവരുടെ ഒരു ഏജ് ഒരു ആർക്കുണ്ട്. ലൈക്ക് അവർ ചെറുപ്പം തൊട്ടുള്ളതും അതിനുശേഷം അവർ വളർന്ന് വലുതായി വയസ്സാവുന്ന വരെയുള്ള ക്യാരക്ടർ അവർ കാണിച്ചിട്ടുണ്ട്, ക്യാരക്ടർ ആർക്ക്. അത് വളരെ ഗംഭീരം. മാറിക്കവിടുന്ന് ആ മാറിക്കണം, അവിടെ പോരുത്. സോ ഇതിൽ കറക്റ്റായിട്ട് കുറേ ക്യാരക്ടർ ആർക്ക് ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ ഒരു ഇത് കാണിച്ചിട്ടുണ്ട്. അത് വളരെ മനോഹരമായിട്ടാണ് അവർ പോർട്രേറ്റ് ചെയ്തേക്കുന്നത്. സോ അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അവരുടെ സ്കൂൾ കാലഘട്ടമാണെന്നും കോളേജ് ആണെന്നും ജോലി ചെയ്യുകയാണെന്നും അത് ഇനി മിഡിൽ ഏജ്ഡ് ആയി എന്നുള്ളതൊക്കെ നമുക്കറിയാം. സോ ടിപ്പിക്കലായിട്ട് ഈ പടം പറഞ്ഞു വെച്ചേക്കുന്നത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് ഒരു വീട് പണിയാൻ അത് എത്രത്തോളം ഡിഫിക്കൾട്ടാണ്. നമ്മുടെയൊക്കെ സിറ്റുവേഷൻ അറിയാമല്ലോ. നമ്മളിപ്പോൾ എന്താ പറയുക, ഒരു സൈഡിൽ നിന്ന് നമ്മൾ പൈസ സേവ് ചെയ്ത് ഇങ്ങനെ വരും. പെട്ടെന്നായിരിക്കും നല്ല ആക്സിഡൻറ്റ്സ്, എന്താ പറയുക, കല്യാണം, അങ്ങനത്തെ കുറേ പരിപാടി വരുമ്പോൾ നമ്മുടെ പൈസ പൊട്ടി പിന്നെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നീട്ടി വെക്കാനേ പറ്റുള്ളൂ. അതിനെക്കുറിച്ച് വളരെ മനോഹരമായിട്ടാണ് ഈ പടത്തിൽ പോർട്രേറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഒരു കടം വാങ്ങാൻ മറ്റൊരു കടം വാങ്ങാൻ മറ്റൊരു, അങ്ങനെ കടം വീട്ടാനായിട്ടുള്ളൊരു ജീവിതമാണ് മൊത്തം. സോ അതിനെയൊക്കെ വളരെ സട്ടിലായിട്ട് ആ പടം പറഞ്ഞു പോകുന്നു എന്നുള്ളത്. സോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പടമായിട്ടോ, ലൈക്ക് 3 BHK. ലൈക്ക് ഹോം എനിക്ക് ഇഷ്ടപ്പെട്ട പടമാണ്. സോ അങ്ങനത്തെ ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. അറ്റ് ലാസ്റ്റ് ഈ നായകൻ വളരെ സെറ്റിൽഡ് ആയിട്ടോ അങ്ങനെയൊന്നുമല്ല, ഒരു യാഥാർത്ഥ്യമായിട്ടൊരു ജീവിതത്തിൽ എങ്ങനെ നടക്കുമോ അങ്ങനെ ഒരു ക്യാരക്ടർ ആർക്ക് മാത്രമേ ഉള്ളൂ. അവൻ IT ചേർന്നു, പക്ഷെ IT അവന് ഇഷ്ടമല്ല. സോ അങ്ങനെ IT ചേർന്ന് ആ ഇഷ്ടമല്ലാത്ത ജോലി അവൻ ചെയ്ത് ഒരു കണക്കിന് രക്ഷപ്പെടുന്നില്ല. അതൊക്കെ അവർ വളരെ നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. സോ അങ്ങനെ അവന് ഇഷ്ടമുള്ളത് മെക്കാനിക്കൽ, അങ്ങനെ അതിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവൻ്റെ ജീവിതം അവൻ എൻജോയ് ചെയ്യാൻ തുടങ്ങുന്നു. സോ നമ്മുടെ ലൈഫിൽ അതൊക്കെ തന്നെയാണ്. നമുക്ക് ഇഷ്ടമല്ലാത്ത ഏതൊരു പ്രവൃത്തി ചെയ്താലും നമുക്ക് ഒരു പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അച്ചീവ് ചെയ്യാൻ പറ്റില്ല. സോ ബെറ്റർ നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഒരു ജോബിൽ കയറുന്നതായിരിക്കും ഏറ്റവും ഭേദം. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ 3 BHK ഈസ് വെരി ഗുഡ് മൂവി. പ്ലീസ് ഡു വാച്ച് ഇറ്റ്. അത് ആമസോൺ പ്രൈമിലാണുള്ളത്. ഓക്കെ, കാണുക. ലൈക്ക് ഫാമിലി മൊത്തത്തിൽ ഇരുന്ന് കാണുക. കാരണം ഇറ്റ്സ് എ ഫാമിലി മൂവി, 100% ഫാമിലി മൂവി. ബൈ, താങ്ക് യു, പോട്ടെ. എവിടെ